എൻ്റെ പുറകിൽ കാണുന്ന അതിമനോഹരവും സുന്ദരമായ സ്ഥലമാണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, പുറകിൽ നല്ലൊരു ഭംഗിയാർന്ന മലയും പിന്നെ തേയിലത്തോട്ടവും. അപ്പോൾ ഞാൻ 4-5 വർഷം മുമ്പ് പരിചയപ്പെടുത്തിയതാണ് ഇത്. വയനാട് പെരുന്തട്ട എന്ന് പറയും, ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ ഇപ്പോൾ വന്നത് ഒരു മാരേജ് ഫംഗ്ഷനാണ്. എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കാരൊന്നുമില്ല. ഇവിടെ വന്ന് പരിചയപ്പെട്ട ഫയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ പെങ്ങളുടെ വിവാഹമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കണമായിരുന്നു, അതായത് നമ്മൾ ടൂറിസ്റ്റായിട്ട് വന്നാൽ ചില സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയണമെന്നില്ല. കാരണം ഉള്ളിലേക്ക് കയറി സാധാരണക്കാർ താമസിക്കുന്ന ഒരു മനോഹരമായ ഇടങ്ങളൊക്കെ ഒരുപാടുണ്ട്, വയനാട് മാത്രമല്ല പല ഇടങ്ങളിലും. പക്ഷേ ഇന്ന് ഇവൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് വന്നുകൊണ്ട് എനിക്കൊരു സ്ഥലം കാണാൻ പറ്റി. ഇതിപ്പോൾ ഈ പുറകെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നോർമൽ ടൂറിസ്റ്റ് പ്ലേസാണ്, പെരുന്തട്ടെന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ ഇന്ന് ഓടത്തോട് എന്നൊരു സ്ഥലത്താണ് വിവാഹം നടന്നത്. അപ്പോൾ അവിടെ ഒരു തേയിലത്തോട്ടൊക്കെ ഉള്ള ഒരു മനോഹരമായ സ്ഥലം കണ്ട് എനിക്ക് തോന്നിയാണ്ട് മനോഹരം, നിങ്ങൾക്ക് തോന്നുന്നില്ല. ഏതായാലും അതിൻ്റെ കാഴ്ചകളും അതുകൂടാതെ ആ മാരേജ് ഫംഗ്ഷൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവന്നത്. ഇനി ഇവിടെ ഈ പുറകെ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെ പഴയ കാലത്താണ് പ്രേം നസീറും സത്യനൊക്കെ അഭിനയിച്ച പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ പടത്തിലൊക്കെ കുറേ സിനിമയിലൊക്കെ ഷൂട്ടിംഗ് ചെയ്യുന്ന സ്ഥലമാണ് പെരുന്തട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് തീർച്ചയായിട്ടും പറ്റി. ഇത് ഞാനിവിടെ ആദ്യമായിട്ട്, അതായത് ഒരു 3-4 വർഷം മുമ്പ് വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. അന്നാണ് ഞാൻ ഫയാസ് എന്ന് വിളിക്കും, ഞാൻ ഫയസ് എന്ന ശരിക്കും പേര്. അവനെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അന്ന് അവൻ്റെ കോലം നോക്കിക്കോട്ടെ, ഇന്നിപ്പം വലിയ എന്താ പറയുക ഒരു പയ്യനായി. ഇതാണ് ഫയസ്, കൈ പൊക്കി കാണിക്കുന്ന അവനാണ് ഫയസ്. ഇന്നിപ്പോൾ അവൻ്റെ രൂപമൊക്കെ മാറി വലിയ ചെക്കനായി. ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ വലിയ വിശേഷമൊന്നുമില്ല. രാവിലെ 9 മണിയപ്പോൾ പെരുന്തട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി, അതായത് ഇവൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞാൻ തന്നെ എടുത്ത്, പിന്നെ അവൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ ചെറിയൊരു സ്മാർട്ട് വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന്, അതായത് പെരുന്തട്ടയിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ മാറി ഓടത്തോട് എന്നൊരു സ്ഥലത്താണ് വിവാഹം നടക്കുന്നത്. അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്നപ്പോൾ ഫയാസ് ഉണ്ട്. രാവിലെ തന്നെ അതിൻ്റെ പേരിൽ അവൻ്റെ ബന്ധുക്കാർ മാത്രം ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു, ചെയർ ഇടാനും ഡെസ്ക് ഇടാനും. അതൊക്കെ കൂടെ ഞാനും കൂടി കുറച്ച് നേരത്തേക്ക് പഴയകാല ഓർമ്മയിലേക്ക് പോയി. കാരണം എറണാകുളത്തൊക്കെ അതേപോലെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ വിവാഹത്തിനൊക്കെ നമ്മൾ തലേദിവസം പോയി ഹെൽപ്പ് ചെയ്യില്ല. അതേപോലെ രാവിലെ വന്നപ്പോൾ ഞാനും അവരുടെ കൂടി പരസ്പരം ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട് അവരുടെ ബന്ധുക്കാർ. കുറേ പേരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അവൻ്റെ ഉമ്മാനെയും പാപ്പനെയൊക്കെ പരിചയപ്പെട്ട് ഒരു സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായി മാറി. പിന്നെ ഈ കാണുന്ന സോപ്പ് ഉണ്ടല്ലോ, നമ്മളവിടെയൊക്കെ പണ്ട് കാലങ്ങളിൽ തുണിയിലാണ് സോപ്പ് കെട്ടി വെക്കുന്നത്. അപ്പോൾ അവിടെ ഹാൻഡ് വാഷായി ഇത് ഇതേപോലെ ഇറങ്ങുന്നുണ്ട്, അതായത് ചരടുള്ള സോപ്പ് ഇറങ്ങുന്നുണ്ട്. അതൊരു പുതിയൊരു കാഴ്ചയാണ്. പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും നമ്മളെ കഴിയാവുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കില്ലേ. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതുപോലെ കവറുണ്ട്, പേനുണ്ട്, നമുക്ക് എഴുതി അതിലേക്ക് ഇടാം. അതൊരു പുതിയൊരു അനുഭവമാണ്. ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. അവിടെ നിന്ന് നേരെ കാണുന്ന ഒരു മലയുണ്ട്. താഴെ ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടി, എൻ്റെ പേരല്ല, പാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരനിരയായിട്ട് ചെറിയ വീടുകൾ വെച്ചിട്ടുള്ള സ്ഥലത്തെയാണ് പറയുന്നത് പാടിയെന്ന്. അപ്പോൾ അതിൻ്റെ പുറകിലൊരു മലയുണ്ട്, ആ മലയാണ് ഇന്ന് ഞാൻ പോയത്. അതിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം, കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ കുറച്ച് കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി. അതായത് അടുത്ത കല്യാണത്തിലുള്ള പരിചയക്കാർ അവിടെ നിന്ന് കിട്ടിയെന്ന് അർത്ഥം. അതല്ല കേട്ടോ, ഒരു സുഹൃത്ത് പോലെ, അത്രയേ ഉള്ളൂ. നല്ലൊരു സുഹൃത്ത് ബന്ധം, അത്രയേ ഉള്ളൂ.